ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം എസ്രായുടെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 26 അധ്യായം 7 വാക്യം. ദാവീദും അബീശായിയും രാത്രിയിൽ പടജ്ജനത്തിൻ്റെ അടുക്കൽ ചെന്നു. ദാവീദിൻ്റെ സഹോദരിയായ സെരൂയയുടെ പുത്രനായിരുന്നു അബീശായി. യോവാബിൻ്റെയും അസാഹേലിൻ്റെയും സഹോദരനുമായിരുന്നു അബീശായി. പിതാവ് ഒരു സമ്മാനമാണ് എന്നതാണ് അബീശായി എന്ന പേരിൻ്റെ അർത്ഥം. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എങ്ങും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. മുൻകോപിയും ധൃതഗതിക്കാരനും പരാക്രമശാലിയുമായ ഒരു പടയാളിയായിട്ടാണ് അബീശായിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സൈന്യാധിപനും സൈന്യത്തിൻ്റെ 1/3 ഭാഗത്തിൻ്റെയും ചുമതല വഹിച്ചിരുന്നതും അബീശായി തന്നെ ആയിരുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ അബീശായിയുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, നേതൃസ്ഥാനം വഹിക്കുവാൻ യോഗ്യനായിരുന്നു അബീശായി. 2 ശമൂവേൽ 23 അധ്യായത്തിൻ്റെ 18 വാക്യങ്ങളിൽ അബീശായിയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: യോവാബിൻ്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബീശായി 3 പേരിൽ തലവൻ ആയിരുന്നു. അവൻ തൻ്റെ കുന്തത്തെ 300 പേരുടെ നേരെ ഓങ്ങി അവരെ കൊന്നു. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ പിന്നെയും പറയുന്നുണ്ട്, അവൻ 3 മാനം ഏറിയവൻ ആയിരുന്നു, അവർക്ക് തലവനായിട്ട് തീർന്നു. അതിനാൽ തന്നെ അബീശായി നേതൃസ്ഥാനം വഹിക്കുവാൻ യോഗ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൈന്യ അധിപനുമായിരുന്നു അബീശായി. മാത്രമല്ല, സഹസ്രാധിപനും ശതാധിപനും ആയിരുന്നു അബീശായി. തൻ്റെ സഹോദരന്മാരെ പോലെ ദാവീദിൻ്റെ സൈന്യത്തിൻ്റെ 1/3 ഭാഗത്തിൻ്റെയും ചുമതലയും അബീശായി നിർവഹിച്ചിരുന്നു. രണ്ടാമതായിട്ട് അബീശായിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ധീരനും പരാക്രമശാലിയും ആയിരുന്നു അബീശായി. ശൗൽ ഗിബയയിൽ സീഫ് മരുഭൂമിയിൽ ദാവീദിനെ അന്വേഷിക്കുവാനായി ഹഖീല കുന്നിൽ പെരുവഴിക്കരികെ പാളയമിറങ്ങി. എന്നാൽ ഇതറിഞ്ഞ ദാവീദ് ഹിത്യനായ അഹീമേലെക്കിനോടും അബീശായിയോടും ചേർന്ന് ഇപ്രകാരം പറയുന്നുണ്ട്: പാളയത്തിൽ ശൗലിൻ്റെ അടുക്കലേക്ക് ആർ എന്നോടുകൂടെ പോരും എന്ന് ചോദിക്കുന്നു. ഇവിടെ ദാവീദും തൻ്റെ സേവകരും ഒളിച്ച് പാർത്തിരുന്ന സ്ഥലത്ത് നിന്നാണ് ദാവീദ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഇപ്രകാരം ചോദിക്കുന്നത്. എന്നാൽ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അബീശായി ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നോടുകൂടെ പോരും എന്ന്. അതാണ് നമ്മൾ കുറിവാക്യത്തിൽ കേട്ടതും. ദാവീദും അബീശായിയും രാത്രിയിൽ പടജ്ജനത്തിൻ്റെ അടുക്കൽ ചെന്നു എന്ന്. അവിടെ എത്തിയ ദാവീദിനും അബീശായിക്കും ശൗലിനെ നേരിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉടനെ അബീശായി ശൗലിനെ നശിപ്പിക്കുവാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അവിടെ ഉടനെ ദാവീദ് അബീശായിയോട് പറയുന്നുണ്ട്, അവനെ അഥവാ ശൗലിനെ നശിപ്പിക്കരുത് എന്ന്. അങ്ങനെയെങ്കിൽ ധീരനും പരാക്രമശാലിയും ആയിരുന്നു അബീശായി. ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ആത്മാർത്ഥതയും കൂറും പുലർത്തിയ വ്യക്തിയായിട്ടാണ് അബീശായിയെ നാം കാണുന്നത്. നേതൃത്വ പാടവവും അതിൻ്റെ മഹിമയും മനസ്സിലാക്കി കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് സ്വയം ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.